നമസ്കാരം എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി ഫെയിലായവർക്ക് അടുത്ത വർഷത്തെ എക്സാം എഴുതുമ്പോൾ മിക്കവർക്കും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നവരുണ്ട്, ചിലർ എഴുതാത്തവരുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു ഇപ്പോഴത്തെ റെഗുലറുകാരുടെ കൂടെ എഴുതണം. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഫെയിലാവുകയാണെങ്കിൽ പ്ലസ് ടു സേ എഴുതണം. ഇതാണ് നമ്മുടെ അടുത്ത വർഷത്തെ പ്ലാൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം തൊട്ട് ഒരു 1.5 വർഷം എന്നുള്ള ആ രീതിയിൽ അല്ലെങ്കിൽ 2 വർഷത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് മുൻപ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും തമ്മിൽ നോക്കുമ്പോൾ നല്ല ചേഞ്ചുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ, കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം കൊണ്ട് നേരത്തെ കാലങ്ങളിൽ നമ്മൾ സേ എഴുതി മീൻസ് ഒരു വർഷം വീട്ടിൽ നിന്ന് പഠിച്ച് സേ എഴുതുമ്പോൾ ഒത്തിരി കുട്ടികൾ പാസ്സാവുന്നെങ്കിൽ ഇപ്പോഴത്തെ സേ എഴുതിയവരുടെ എണ്ണത്തിൽ വളരെ കുറച്ച് പേരെ പാസ്സായിട്ടുള്ളൂ. നേരത്തെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നന്നേ കുറവാണ് ഇപ്പോൾ ഒരു വർഷം നിന്ന് എഴുതി പാസ്സായവരുടെ എണ്ണം. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തിരി ടഫായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. ചെറിയൊരു വ്യത്യാസം മതി, സേ എഴുതുന്ന കുട്ടികൾക്ക് അതൊരു വലിയൊരു ഭാരം തന്നെയാണ്. അവർ ഒന്നാമത് ജയിക്കാൻ വേണ്ടിയും ഇത്തിരി കൂടുതലൂടെ ഉള്ളായിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്. ഇതിനുള്ളിൽ ചെറിയൊരു കാറ്റ് മതി, എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. ചെറിയൊരു കാറ്റടിച്ചാൽ മതി, ചിലപ്പോൾ നമ്മൾ താളം തെറ്റി വീഴുമോ എന്ന് പറഞ്ഞാൽ ജയിക്കാതിരിക്കാനുള്ള സാധ്യത വരും. അതൊക്കെ ഇനിയുള്ള വർഷങ്ങളിൽ എന്തായാലും തുടരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്തിരി നന്നായിട്ട് തന്നെ പഠിച്ചോണം. നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളെ കണ്ടുപിടിച്ച്, ഇപ്പം നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയറായിട്ട് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം ക്ലിയറായിട്ട് തന്നാണ് പോകുന്നത്. അതിനെ നിങ്ങൾ എഴുതി പഠിക്കണം. കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, എഴുതി പഠിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാണാതെ എഴുതുമ്പോൾ ശരിയാവുന്നുണ്ടോയെന്ന് ഉറപ്പിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെയൊക്കെ ആയിരിക്കാം. മുഴുവനോട് എന്തായാലും നമുക്ക് പഠിച്ചുകൊണ്ട് പോയാലും ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ട് ജയിക്കാനുള്ളതിൻ്റെ കാലം ഒന്നെങ്കിൽ ഡബിൾ പാസിനുള്ളത് ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോകണം. അതിനുള്ളിൽ നിന്ന് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടണം, തെറ്റാൻ പാടില്ല. ഇനി അത് തെറ്റി, കാരണം മറ്റുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ട് പോലും കാണത്തില്ല, നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ ഇനിയും വരാം എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തു നിന്നായാലും നമുക്ക് അതിശയിക്കേണ്ടി വരത്തില്ല. കാരണം അങ്ങനെയൊക്കെയുള്ള ഇനി ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ വരും എന്നാണ് ഇപ്പോഴത്തെ അറിവ്. ഈ പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല. അത് നമ്മൾ പ്രാക്ടിക്കൽ നല്ലപോലെ പഠിച്ചിട്ട് ചെയ്തവർക്ക് മാത്രമേ ആ ഫിഗറിൽ നിന്നും അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റൂ. എന്തായാലും സേ എഴുതുന്ന കുട്ടികൾക്ക് ഇനിയിപ്പോൾ പ്രാക്ടിക്കലൊന്നും ചെയ്തൊക്കെ എന്നോ ആണ്, നമുക്ക് ഒരു പിടിയില്ല. അപ്പോൾ അവിടുന്ന് കിട്ടേണ്ട മാർഗ്ഗമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്, അവിടുന്ന് കിട്ടേണ്ടതിന് ഉറപ്പായിട്ടും ചെയ്യുക, തെറ്റിക്കുക ചെയ്യുക. ഇപ്പോൾ ഒരു 4 മാർക്സ് ക്വസ്റ്റ്യനാണ് വരുന്നെങ്കിൽ ആ നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഒരു 4 മാർക്സ് മാക്സിമം വാങ്ങിച്ചേക്കണം. അങ്ങേയറ്റം പോയതാൽ 1 മാർക്ക് വേണേൽ പോകാം. അല്ലാതെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ നിന്ന് 1 മാർക്ക് കിട്ടി, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും 1 മാർക്ക് കിട്ടി, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജയിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആവരുത്. നിങ്ങൾ പഠിക്കുന്നത് എക്സാമിന് ഉറപ്പാകുന്നതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പഠിക്കുന്നത് തെറ്റിക്കാതെ ചെയ്യാൻ ക്ലിയറായിട്ട് പഠിച്ചിരിക്കണം. ഇതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊരു അലേർട്ടായിട്ട് തന്നെ, ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ എടുത്തുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നിന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ അറിയാവില്ല എന്തുമാത്രം ബുദ്ധിമുട്ടാണ് വീട്ടുകാർക്കാണേലും നിങ്ങൾക്കാണേലും എല്ലാം. അതുകൊണ്ട് ഒന്ന് മുന്നിലോട്ട് ഇറങ്ങി നിന്ന് തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടേണ്ടതിനേക്കാൾ ഇത്ര കൂടുതൽ പഠിക്കുക. അല്ല ജയിക്കാനുണ്ട് മാത്രമുള്ളൊരു പഠിത്തം വായിക്കാൻ ചിലപ്പോൾ അത് റിസ്ക് ആയിട്ട് പോകും. ഓക്കെ, അപ്പം നല്ല രീതിയിൽ കൂടെ പഠിക്കുക, നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള മനസ്സും ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ട് എടുക്കുക. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നീട് ഇനി ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ജീവിതം ഉണ്ടാവാതിരിക്കാൻ പഠിച്ചേ തീരൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ ഞാനൊന്ന് പ്രാർത്ഥിച്ചേക്കാം. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.